ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നുണ്ടാക്കുന്നതിലും കുറച്ചൊക്കെ ഒരു വ്യത്യാസത്തിൽ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചെമ്മീനൊക്കെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അതിന് വേണ്ടി ഒരു പാനൊക്കെ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് സവാള ഒന്ന് വാട്ടിയെടുക്കട്ടെ. നല്ല വാടണ്ട കേട്ടോ. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നേ കുറച്ചൊരു ഉണക്കമുളക് ചുവന്നമുളക് ഉണ്ടല്ലോ, അതൊരു 13 12 ഉണ്ട്. അതൊക്കെ ഇതിനനുസരിച്ച് എടുക്കുക. 13 14 ഉണ്ട് കേട്ടോ. ചെറുതാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഇതൊക്കെ കൂടി ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. എന്നിട്ടപ്പോൾ ഉള്ളി നല്ല വാടി വരുന്നു വേണ്ട. അതിൻ്റെ കൂടെ അത് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ആ മിക്സിയുടെ ജാർ തന്നെ ഞാൻ ആ തക്കാളി 2ഉം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടാണ്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ നമ്മൾ ഉണക്കമുളക് ചതച്ച് ഉണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണല്ലോ അല്ലേ. മുളക് പൊടിക്കും അതിൻ്റെതായ ടേസ്റ്റ് അത് വേറെ. അപ്പോൾ മുളക് പൊടി ഇല്ലാത്തവർ ഇങ്ങനെ അതിൻ്റെ ടേസ്റ്റ് ഇട്ടണമെങ്കിൽ ചുവന്ന മുളക് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് തന്നെ എടുക്കുക കേട്ടോ. അങ്ങനെ പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതാ ഞാൻ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ സവാളയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കട്ടെ ഇതിൽ. അപ്പോൾ ഇനി ഞാൻ തക്കാളി അരച്ചതും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. കുറച്ച് നേരം ഒരു മീഡിയം തീയിലിട്ടിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇതിലിപ്പോൾ ഞാൻ കാണിക്കണം വെച്ചിട്ടിരുന്നല്ല. അപ്പോൾ ചില വീഡിയോയിൽ മുഴുവൻ ആദ്യം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒക്കെ ചാച്ച് വെച്ചതിന് ശേഷം അങ്ങനെ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുത്താലോ. അങ്ങനെ അതൊക്കെ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ചതിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട. അപ്പം ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അതിന് ഉപ്പ് നോക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി വെള്ളമൊക്കെ ഒന്നിട്ട് വറ്റി വരട്ടെ കേട്ടോ. ഒരു റോസ്റ്റാണല്ലോ നമുക്ക് ആവശ്യം. പിന്നെ ഇതൊന്ന് നല്ലാണ്ട് വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില ആദ്യം ഇട്ട് കൊടുത്തേക്കണം. അതിൻ്റെ കൂടെ വേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നുണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ തീ ഓഫാക്കി കൊടുക്കുക. അങ്ങനെ തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്നാൽ ശരി, എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.